നമസ്തേ. വില്യമംഗലം സ്വാമിയാരുടെയും ഉണ്ണിക്കണ്ണൻ്റെയും അതിമനോഹരമായ കഥയുടെ 8ാമത്തെ ഭാഗമാണിന്ന് പറയുന്നത്. 13ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ശ്രീ വില്യമംഗലം സ്വാമിയാരെക്കുറിച്ച് മഹാകവി ഉള്ളൂർ സാഹിത്യചരിത്രം 1ാം വാള്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വടക്കേ മലബാറിലെ വെള്ള എന്ന ഗ്രഹത്തിൽപ്പെട്ട ഒരു വിഭാഗം വടക്കൻ തിരുവിതാംകൂർ പറവൂർ പുത്തൻചിറയിൽ വന്ന് താമസിക്കാനിടയായി. അപ്പോൾ വെള്ളാങ്കല്ലൂർ കുടുംബക്കാർ എന്നാണ് ഇവരെ പറഞ്ഞു വന്നിരുന്നത്. ഇതിൽപ്പെട്ട ഒരു കുടുംബത്തിലാണ് അവതാര പുരുഷനായ ശ്രീ വില്യമംഗലം സ്വാമിയാർ ജന്മമെടുത്തത്. വില്യമംഗലം സ്വാമിയാർക്ക് വെച്ച് വിളമ്പാനുള്ള അവകാശം വെള്ളാങ്കല്ലൂർ മേച്ചേരി മനക്കാർക്കായിരുന്നു. 9 മക്കളുള്ള മേച്ചേരി മനയിൽ നിന്ന് ആരെങ്കിലും ഒരാൾ പോയിട്ട് ദിവസവും വില്യമംഗലം സ്വാമിയാർക്ക് വച്ച് വിളമ്പി കൊടുത്തു പോന്നു. മേച്ചേരി മനയിലെ ഒരംഗം എന്നും സ്വാമിയാരോടൊപ്പമായിരുന്നു. മേച്ചേരി മനയുമായിട്ടായിരുന്നു സ്വാമിയാർക്ക് കൂടുതൽ അടുപ്പമുണ്ടായിരുന്നത്. ഒരു ദിവസം ഉച്ചയ്ക്ക് ഉണ്ണാനിരുന്നപ്പോൾ 9 അംഗങ്ങളുണ്ട്. വില്യമംഗലം സ്വാമിയാരും മേച്ചേരി മനയും തമ്മിലുള്ള അടുപ്പം തുടങ്ങിയ കാലം മുതൽ ഇത് പതിവില്ലാത്തതാണ്. ഉണ്ണാനിരിക്കുന്ന മക്കളുടെ മുഖങ്ങളിലൂടെ കണ്ണോടിച്ചുകൊണ്ട് അച്ഛൻ നമ്പൂതിരി തിരക്കി, ഇന്നാരാ പുത്തൻചിറയ്ക്ക് പോയത്? അവർ പരസ്പരം നോക്കി മിഴിച്ചിരിക്കുന്നതല്ലാതെ ആർക്കും ഉത്തരമുണ്ടായിരുന്നില്ല. അച്ഛൻ നമ്പൂതിരി ചോദ്യം ആവർത്തിച്ചപ്പോൾ ഓരോരുത്തരും പറഞ്ഞു, ഞാൻ കരുതി ഏട്ടൻ പോയിട്ടുണ്ടാകുമെന്ന്, ഞാൻ കരുതി അനിയൻ പോയിട്ടുണ്ടാകുമെന്ന്. അപ്പോൾ അവർ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ആരും അങ്ങോട്ട് പോയിട്ടില്ല. ചതിച്ചോ എൻ്റെ ഈശ്വര, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അച്ഛൻ നമ്പൂതിരി പിന്നെ ഒട്ടും താമസിച്ചില്ല. അറിയാതെ ചെയ്തു പോയ തെറ്റിന് മാപ്പ് ചോദിക്കാനായി അദ്ദേഹം ഇറങ്ങി തിരിച്ചു. മേച്ചേരി നമ്പൂതിരി അങ്കലാപ്പോടെ ഓടിക്കുതച്ച് ചെല്ലുമ്പോൾ വില്യമംഗലം ചാരുകസേരയിൽ കിടന്ന് ഏതോ പുരാണ ഗ്രന്ഥത്തിൻ്റെ താളിയോല കെട്ടുകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. മേച്ചേരിയുടെ കാൽപ്പെരുമേറ്റം കേട്ട് സ്വാമിയാർ താളിയോല കെട്ട് മാറ്റിവെച്ച് നിറഞ്ഞ സന്തോഷത്തോടെയാണ് മേച്ചേരിയെ എതിരേറ്റത്. ഇത്രയും ആഹ്ലാദം നിറഞ്ഞ ഒരു മുഖം മേച്ചേരി പ്രതീക്ഷിച്ചിരുന്നില്ല. സ്വാമിയാരുടെ പരിഭവം കേട്ട് മനസ്സൊന്ന് ശാന്തമാക്കാനാണ് മേച്ചേരി ഓടിക്കുതച്ച് വന്നത്. ഇവിടെ എത്തിയപ്പോൾ അനുഭവം നേരെ മറിച്ചും. ഇരിപ്പിടം കൊടുത്തിട്ടും സ്വാമിയാരുടെ മുന്നിൽ ഇരിക്കാൻ മേച്ചേരി മടി കാണിച്ചു നിന്നു. എന്നിട്ട് സ്വാമിയാർ മേച്ചേരിയോട് പറയുകയാണ്, ഒരു തമാശ കേൾക്കണോ മേച്ചേരിക്ക്? ഇന്നെൻ്റെ പിറന്നാളാത്രേ, ഞാനത് അങ്ങോട്ട് മറന്നു. നാരായണൻ പറഞ്ഞപ്പോഴാ ഓർത്തെ. അയാളുടെ കൈപുണ്യം കുറച്ചേറിയിട്ടില്ലേ എന്നൊരു സംശയമുണ്ട് കേട്ടോ. ഇന്നത്തെ വിഭവങ്ങളൊക്കെ ബഹുകേമമായിരുന്നേ. പായസം കുറച്ച് ഇല്ലത്തേക്ക് എടുക്കാൻ പറയേണ്ടായി ഞാൻ. മേച്ചേരി കഴിച്ചുവോ? ഇല്ല സ്വാമി. അതെന്താ, മേച്ചേരിക്ക് മധുരം ഇഷ്ടമില്ലെന്നുണ്ടോ? അതല്ല സ്വാമി, എനിക്കിതൊന്നും അങ്ങോട്ട് വിശ്വസിക്കാനാകണില്ല. എന്താ മേച്ചേരി പറയണേ? നാരായണൻ ഇന്ന് ഇല്ലത്ത് നിന്നെങ്ങും പോയിട്ടില്ല സ്വാമി. ഉച്ചയ്ക്ക് ഉണ്ണാൻ ഇല വെച്ചപ്പോൾ എല്ലാവരെയും ഒരുമിച്ച് കണ്ടപ്പോഴാ എനിക്ക് ബോധ്യമായേ. കുട്ടികൾക്ക് വേണ്ടി മാപ്പ് ചോദിക്കാനാ ഞാൻ ഓടിക്കിതച്ച് വന്നത്. അവർക്കൊരബദ്ധം പറ്റിയതാ. ഓരോരുത്തരും കരുതി മറ്റേയാൾ പോയിട്ടുണ്ടാകുമെന്ന്. അങ്ങനെ കുറച്ച് സമയം ഇരുവരും മിണ്ടാതിരുന്നു. പിന്നെ സ്വാമിയാർ ചോദിച്ചു, അപ്പോൾ എനിക്കിന്ന് വെച്ച് വിളമ്പി തന്നത് ആരാ? എന്നിട്ട് വില്യമംഗലം സ്വാമിയാർ ഒരു നിമിഷം കണ്ണടച്ചിരുന്നു. ധ്യാനിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കാതുകളിൽ കണൻ്റെ വേണുഗാനം ഒഴുകിയെത്തി. ഭഗവാനെ, മായക്കണ്ണ, ഇതെന്തൊരു മായാവിലാസം! ഇത്രയ്ക്ക് അങ്ങോട്ട് വേണ്ടിയിരുന്നോ കണ്ണാ? കുറച്ച് സമയത്തേക്ക് ഇരുവർക്കും ഒന്നും മിണ്ടാനായില്ല. കണ്ണൻ്റെ മായാവിലാസങ്ങൾ ഓർത്ത് ഇരുവരും കോരിത്തരിച്ചിരിക്കുകയാണ്. അപ്പോൾ അതാ കാര്യമല്ലേ, മേച്ചേരിയിൽ ആളിത്തിരി കൂടിപ്പോയി. ഇനി അത് വേണ്ട കേട്ടോ. മേച്ചേരിയിൽ ഒരു സമയത്ത് ഒരു ഉണ്ണി മതി. എന്താ? വില്യമംഗലം ദേഷ്യപ്പെട്ടുകൊണ്ടൊന്നുമല്ല പറഞ്ഞത്. അച്ഛൻ നമ്പൂതിരി തിരിച്ചൊന്നും പറഞ്ഞില്ല. എന്നാൽ അധികം വൈകാതെ മേച്ചേരി മനയിൽ വില്യമംഗലത്തിൻ്റെ ശാപം അനുഭവപ്പെടാൻ തുടങ്ങി. അച്ഛൻ നമ്പൂതിരിയുടെ കൺവെട്ടത്തു നിന്നും ഓരോന്നായി 8 മക്കളും പോയി മറിഞ്ഞു. ഏറ്റവും ഇളയ മകനായ നാരായണൻ മാത്രമാണ് ശേഷിച്ചത്. തുടർന്നു വന്ന തലമുറയിൽ ഒരു സമയത്ത് ഒരാൾ മാത്രം. എല്ലാവർക്കും പേര് നാരായണൻ. നൂറ്റാണ്ടുകൾക്കൊപ്പം നാരായണന്മാരുടെ തലമുറയും കടന്നുപോയി. ഏകദേശം 100 കൊല്ലങ്ങൾക്ക് മുമ്പ് പാഴൂർ പടിപ്പുരയിൽ ചെന്ന് പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ സന്തതി പരിഹാരാർത്ഥം കന്നിമാസത്തിലെ ദ്വാദശി നാൾ 12 ബ്രാഹ്മണർക്ക് കാല് കഴുകി ചൂട്ട് കൊടുക്കണമെന്നും സ്വാമിയാർക്ക് പൂജാമുറിയിലെ സാളഗ്രാമത്തിനു മുന്നിൽ ഒരു നറുക്കിലയിൽ നിവേദിക്കണമെന്നും നിർദ്ദേശമുണ്ടായി. 1970 വരെ ഈ അനുഷ്ഠാനം മുടക്കമില്ലാതെ നടന്നു പോന്നിരുന്നു. ശ്രീ വില്യമംഗലം സ്വാമിയാർ നാടും വീടും ഉപേക്ഷിച്ചിറങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള സ്വത്തെല്ലാം മേച്ചേരി മനയ്ക്ക് ദാനം ചെയ്തു. മേച്ചേരി മനക്കാർ അന്നാട്ടിലെ ഏറ്റവും വലിയ ഭൂ ഉടമകളായി മാറി. എന്നാൽ അവരുടെ പുത്തൻചിറയിലുള്ള ഭൂമിയെല്ലാം പാട്ടത്തിന് കൊടുത്തിരിക്കുകയായിരുന്നു. ഭൂപരിഷ്കരണ നിയമം നടപ്പായതോടെ പാട്ടഭൂമികളെല്ലാം കൈവശക്കാർക്ക് സ്വന്തമായി.
സ്വാമിയാരുടെ സ്വത്തിൽ നിന്ന് 9 ഏക്കർ ഭൂമി വിനോബാഭാവേയുടെ ഭൂദാന പ്രസ്ഥാനത്തിനു വേണ്ടി മേച്ചേരി മനക്കാർ ദാനം ചെയ്തു. പുത്തൻചിറയിലെ പാട്ടഭൂമികളെല്ലാം അന്യാധീനപ്പെട്ട് മേച്ചേരി മനയിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നതിനാൽ ഇപ്പോൾ ഒരാൾക്ക് മാത്രമേ കാല് കഴുകിച്ചൂട്ട് നടത്തി വരുന്നുള്ളൂ. പൂജാമുറിയിലെ സാളഗ്രാമത്തിന് മുന്നിൽ സ്വാമിയാരുടെ സങ്കല്പത്തിൽ ഒരു നറുക്കില നിവേദ്യം 8 നൂറ്റാണ്ട് പിന്നിടുമ്പോഴും യാതൊരു വിഘ്നവുമില്ലാതെ നടത്തി വരുന്നുണ്ട്. പാഴൂർ പടിപ്പുരയിൽ നിന്ന് കിട്ടിയ നിർദ്ദേശപ്രകാരം പരിഹാരക്രിയകൾ ചെയ്തപ്പോൾ മേച്ചേരി മനയ്ക്ക് ശാപമോഷമുണ്ടായി. പുതിയ തലമുറയിൽ സന്തതികൾ വർദ്ധിച്ചു. ഇപ്പോഴത്തെ തലമുറയിലെ 4 കാരണവന്മാരിൽ ഒരാൾ 7 കൊല്ലം മുമ്പ് മരിച്ചു. അവിവാഹിതനായി കഴിഞ്ഞ 3ാമൻ നാരായണനാണ് മരിച്ചത്. ശങ്കരൻ നമ്പൂതിരിപ്പാടിനും രാമൻ നമ്പൂതിരിപ്പാടിനും ഓരോരോ ആൺമക്കളും നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിന് 3 ആൺമക്കളുമുണ്ട്. ഇവരിൽ ഒരാളുടെ പേര് നാരായണൻ. ഇവരിലും ആൺകുട്ടികളുടെ എണ്ണം കൂടി വരുന്നുണ്ട്. ഈ അടുത്ത കാലം വരെ മേച്ചേരി മനയുടെ പത്തായപ്പുരയിൽ വില്ലുമംഗലം സ്വാമിയാരുടേതെന്ന് കരുതപ്പെടുന്ന കുറേ താളിയോലകൾ ഉണ്ടായിരുന്നു. 800 വർഷക്കാലം പഴക്കമുള്ള താളിയോലകളെല്ലാം പൊടി പിടിച്ച് നിറം മങ്ങി ചിതലെടുത്ത് നശിച്ചു പോയി. ചരിത്രകാരന്മാരാരും തിരക്കി വന്നില്ല. അത് തിന്ന് നശിപ്പിച്ച ചിതലുകൾക്ക് അറിയില്ലല്ലോ കൃതികൾക്കുള്ളിലെ അമൂല്യതയും ഗ്രന്ഥകാരൻ്റെ മഹത്വവും. വില്ലുമംഗലത്ത് കളരിയെക്കുറിച്ച് പറയാം. വില്ലുമംഗലാദിവാസ ചിൽസ്വരൂപമംഗളം വില്ലുപത്രമാല പൂണ്ട നീലകാന്ത കുണ്ടല ഉല്ലസൽ പ്രഭാവ വിശ്വവന്ദ്യ വിഷ്ണുമായനെ കല്യസാര സാംഗ്രിയുഗ്മമാശ്രയിച്ചിടുന്നു ഞാൻ. ശ്രീ വിഷ്ണുമായ ദാസനായ ശ്രീ നടേശക്കുറുപ്പിൻ്റെ വാക്കുകൾക്കും വരികൾക്കും ഇടയിലൂടെ സഞ്ചരിച്ച് നമുക്ക് പുത്തൻചിറ പാറമേൽ തൃക്കോവിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ കുറച്ച് വടക്കോട്ട് മാറി വില്ലുമംഗലത്ത് കളരി എന്ന പേരിൽ നാടെങ്ങും അറിയപ്പെടുന്ന ആ ജ്യോതിഷ തറവാടിൻ്റെ തിരുമുറ്റത്തേക്ക് കടന്നു ചെല്ലാം. ഇവിടെ ചരിത്രം ഉറങ്ങിക്കിടക്കുന്നു. ശ്രീ വില്ലുമംഗലം സ്വാമിയാരുമായി വളരെ അടുത്ത് ബന്ധം പുലർത്തിയിരുന്നു ഈ തറവാട്ടിലെ ഒരു കാരണവർ. ഇദ്ദേഹം ഒരു എഴുത്താശാനായിരുന്നു. കുട്ടികളെ വിദ്യയും ശാസ്ത്രവും പഠിപ്പിച്ചിരുന്നു. കവിയും പണ്ഡിതനും യോഗീശ്വരനുമായ വില്ലുമംഗലം സ്വാമിയാർക്ക് ഈ കളരിക്കുറുപ്പിനോട് വലിയ സ്നേഹവും ബഹുമാനവുമായിരുന്നു. വലിയൊരു കുടുംബവും തുച്ഛ വരുമാനവുമായി ജീവിതം ബുദ്ധിമുട്ടായപ്പോൾ കുറുപ്പ് സ്വാമിയാരുടെ ആശ്രിതനായി കൂടെ നിന്നു. തൊടിയിൽ ധാരാളം പൂക്കളും തുളസിക്കതിരും മുറ്റത്തു തന്നെ വലിയൊരു കൂവളമരവും ഉണ്ടായിരുന്നു. കുട്ടികളെ വിദ്യ അഭ്യസിപ്പിക്കുന്നതിനിടയിൽ തന്നെ കണ്ണനെ പൂജിക്കാൻ വേണ്ട പൂക്കളെല്ലാം പറിച്ച് വില്ലുമംഗലത്തിൻ്റെ അരികിലെത്തിക്കാൻ ആശാൻ സമയം കണ്ടെത്തി. വില്ലുമംഗലത്തിന് അത് വലിയൊരു ആശ്വാസം തന്നെയായിരുന്നു. സ്വാമിയാർ കണ്ണനെ പൂജിച്ച് നിവേദ്യച്ചോറൊക്കെ ആശാന് കൊടുത്തയച്ചു. ആശാന്റെ കുടുംബം സ്വാമിയാർ കൊടുത്തയക്കുന്ന നിവേദ്യച്ചോറിനെ ആശ്രയിച്ച് ജീവിക്കാൻ തുടങ്ങി. കളരിയിൽ കുട്ടികൾ കുറഞ്ഞ് വരുമാനമില്ലാതായതോടെ കുറുപ്പിന് വില്ലുമംഗലം സ്വാമിയാരെ ആശ്രയിക്കാതെ ജീവിക്കാൻ മറ്റൊരു വഴിയില്ലായിരുന്നു. ഇടയ്ക്കൊക്കെ വില്ലുമംഗലം സ്വാമിയാർ കളരിക്കുറുപ്പിൻ്റെ ഗൃഹം സന്ദർശിക്കാറുണ്ട്. ക്ഷേത്ര ദർശനങ്ങൾ കൂടാതെ വെളാങ്ങല്ലൂർ മേച്ചേരി മനയിലേക്കും കുറുപ്പിൻ്റെ കളരിയിലേക്കുമാണ് സ്വാമിയാർ സാധാരണയായി പോകാറുള്ളത്. തന്നെ ആശ്രയിച്ച് കഴിയുന്നവരോട് പ്രത്യേക സ്നേഹവും ബഹുമാനവും വില്ലുമംഗലം സ്വാമിയാർ വെച്ച് പുലർത്തിയിരുന്നു. അവരുടെ ജീവിത പ്രാരാബ്ധം കണ്ടറിഞ്ഞ് സഹായിക്കാനുള്ള ഒരു നല്ല മനസ്സ് വില്ലുമംഗലം സ്വാമിയാർക്കുണ്ടായിരുന്നു. ജ്യോതിഷ പാണ്ഡിത്യത്തിൽ തമിഴ് കൗശിക ചിന്താമണിപ്പട്ടം നേടിയ ശിവശങ്കരക്കുറുപ്പും ജ്യോതിഷ കലാനിധി ബിരുദം നേടിയ നടേശക്കുറുപ്പും മൺമറഞ്ഞു പോയത് ഈ അടുത്ത കാലത്താണ്. വില്ലുമംഗലം സ്വാമിയാരുടെ ആശ്രിതന്മാരായി കഴിഞ്ഞിരുന്ന വീട്ടുകാരെല്ലാം അദ്ദേഹത്തിൻ്റെ കുടുംബനാമം സ്വീകരിക്കുകയും എല്ലാവരും വില്ലുമംഗലത്ത് എന്ന വീട്ടുപേരിൽ അറിയപ്പെടുകയും ചെയ്തു. അപ്പോൾ കുറുപ്പിൻ്റെ വില്ലുമംഗലത്ത് കളരിയിൽ സ്വാമിയാർ വന്ന് പലപ്പോഴും ധ്യാനം ഇരുന്നിട്ടുള്ളതായി പഴയ തലമുറയിലെ കാരണവന്മാർ അനുസ്മരിച്ച് ധന്യരാവുന്നു. ഊണിലും ഉറക്കത്തിലും മകനായി കൂടെ കൊണ്ടു നടന്ന കണ്ണൻ ആ നാടുപേക്ഷിച്ചു പോയപ്പോൾ വില്ലുമംഗലം സ്വാമിയാർക്ക് സഹിക്കാനായില്ല. തൻ്റെ ഉണ്ണി ഉപേക്ഷിച്ചു പോയ നാട്ടിൽ താൻ ഇനി ജീവിക്കില്ലെന്ന് തീരുമാനിച്ച് എല്ലാം ഉപേക്ഷിച്ച് ദേശാടനത്തിനൊരുങ്ങിയപ്പോൾ വില്ലുമംഗലത്ത് കളരിയിലെ കാരണവർ നിറകണ്ണുകളോടെ സ്വാമിയാരുടെ മുമ്പിൽ വന്ന് തൊഴുകയോടെ നിന്നു. ജീവിതമാർഗം നഷ്ടപ്പെട്ട് ധർമ്മസങ്കടത്തിലായ കളരിക്കുറുപ്പിനെ സാന്ത്വനിപ്പിച്ചുകൊണ്ട് വില്ലുമംഗലം സ്വാമിയാർ അനുഗ്രഹാശിസുകൾ ചൊരിഞ്ഞു. കുറുപ്പ് വിഷമിക്കരുത്. ജ്യോത്സ്യവും പരിഹാരമാർഗങ്ങളുമായി കുറുപ്പും സന്തതി പരമ്പരകളും ജീവിക്കും. വില്ലുമംഗലത്ത് കളരി എന്ന പേരിൽ കുറുപ്പിൻ്റെ ഭവനം പ്രസിദ്ധി നേടും. എനിക്ക് ജ്യോത്സ്യൊന്നും അറിയില്ലല്ലോ സ്വാമി. ഒക്കെ വേണ്ടപ്പോ തോന്നിക്കോളും. സ്വാമിയാരുടെ ഇല്ലത്തിൻ്റെ മുറ്റത്ത് വലിയൊരു ഇലഞ്ഞിമരം കായ്ച്ചു നിൽക്കുന്നു. അപ്പോൾ അവിടെ ധാരാളം ഇലഞ്ഞിപ്പഴവും കുരുവും വീണു കിടന്നിരുന്നു. അതിൽ നിന്ന് കുറച്ച് പെറുക്കിയെടുത്ത് കൊണ്ടുവരുവാൻ സ്വാമിയാർ പറഞ്ഞു. ആശാൻ കുറേ ഇലഞ്ഞിക്കുരു പെറുക്കിയെടുത്ത് കഴുകി സ്വാമിയാരുടെ സമക്ഷം കൊണ്ടുവന്ന് വെച്ചു.
വില്ലുമംഗലം സ്വാമിയാർ നിർദ്ദേശിച്ചതുപോലെ ആശാൻ തറയിൽ ചമ്രം പടഞ്ഞിരുന്ന് രാശിക്കളം വരച്ച് കബഡി കറക്കുന്നത് പോലെ 4-5 തവണ കറക്കി. എന്നിട്ട് കുറച്ചെടുത്ത് വാരി ഇങ്ങനെ വെച്ചു. എൻ്റെ ഉണ്ണിയെ നല്ലോണം മനസ്സിൽ ധ്യാനിച്ച് പറയുക, എവിടെയാ ഈ അനന്തൻകാട്? ഞാൻ എപ്പോഴാ എൻ്റെ ഉണ്ണിയെ തിരക്കി പുറപ്പെടേണ്ടത്? വീണ്ടും ഇലഞ്ഞിക്കുരു വാരി കബഡി പോലെ കറക്കിക്കൊണ്ട് കണ്ണനെയും വില്ലുമംഗലം സ്വാമിയാരെയും മനസ്സിൽ ധ്യാനിച്ചപ്പോൾ കാരണവരുടെ മനസ്സിൽ അനന്തൻകാട് തെളിഞ്ഞു വന്നു. സ്വാമിയാർക്ക് അനന്തൻകാട് തേടി ഇറങ്ങാനുള്ള സമയവും കുറുപ്പ് പറഞ്ഞു കൊടുത്തു. അങ്ങനെ വില്ലുമംഗലത്ത് കളരിക്കുറുപ്പിൻ്റെ ആദ്യ പ്രവചനം കേട്ട് സ്വാമിയാർക്ക് തൃപ്തിയായി. സ്വാമിയാർക്ക് മനസ്സിൽ തെളിഞ്ഞു കിട്ടിയ ദിക്കും ആശാൻ കബഡി നിരത്തി പ്രവചിച്ച ആ ദിക്കും ഒന്നായി കണ്ടപ്പോൾ കുറുപ്പ് ലക്ഷ്യം കണ്ടെത്തുമെന്ന് സ്വാമിയാർക്ക് ബോധ്യായി. ആശ്രിതനായി എന്തു കാര്യത്തിനും കൂടെ നിന്ന കളരിക്കുറുപ്പിനും സന്തതി പരമ്പരകൾക്കും അനുഗ്രഹം നൽകിക്കൊണ്ട് വില്ലുമംഗലം സ്വാമിയാർ കുറുപ്പ് പറഞ്ഞു കൊടുത്ത മുഹൂർത്തത്തിൽ തന്നെ ഉണ്ണിയെ തേടി അനന്തൻകാട്ടിലേക്ക് യാത്രയായി. വില്ലുമംഗലത്ത് കളരിക്കുറുപ്പിൻ്റെ കയ്യിൽ ജ്യോത്സ്യൻ നല്ലപോലെ വഴങ്ങിത്തുടങ്ങി. പറയുന്ന കാര്യങ്ങളെല്ലാം അച്ചിട്ട പോലെ. വളരെ കുറച്ച് നാളുകൾ കൊണ്ട് കുറുപ്പ് ജീവിത പ്രാരാബ്ധങ്ങളിൽ നിന്ന് കരകയറാൻ തുടങ്ങി. പല സമസ്യകൾക്കും ഉത്തരം തേടി അന്യ ദിക്കുകളിൽ നിന്ന് പോലും വില്ലുമംഗലത്ത് കളരിയിലെ ജ്യോത്സ്യരെ കാണാൻ ആളുകൾ എത്തിത്തുടങ്ങി. അന്നൊരിക്കൽ വേണാട്ടരജൻ്റെ ഭടന്മാർ ജ്യോത്സ്യരെ തിരക്കി എത്തിയപ്പോൾ ഒന്നും മനസ്സിലാകാതെ ആദ്യം ഒന്ന് പകച്ചു. ശ്രീ വില്ലുമംഗലം സ്വാമിയാർക്ക് അനന്തൻകാട്ടിൽ വെച്ച് അനന്തശായിയായ മഹാവിഷ്ണു ദർശനം നൽകിയതിനെ തുടർന്ന് അവിടെ പണിതുയർത്താൻ തീരുമാനിച്ചിട്ടുള്ള മഹാക്ഷേത്രത്തിൻ്റെ പണി തുടങ്ങാനുള്ള മുഹൂർത്തം കുറിക്കാനാണ് ശ്രീ വില്ലുമംഗലം സ്വാമിയാരുടെ നിർദ്ദേശപ്രകാരം ഭടന്മാരെത്തിയിട്ടുള്ളത്. പിന്നെ ഒന്നും ആലോചിക്കാൻ നിന്നില്ല. ആ നിമിഷം തന്നെ കുറുപ്പ് ഭടന്മാരോടൊപ്പം വേണാട്ടേക്ക് പുറപ്പെട്ടു. കുറുപ്പ് രാജകൊട്ടാരത്തിൽ എത്തിയപ്പോൾ വില്ലുമംഗലം സ്വാമിയാർ രാജാവിൻ്റെ സമക്ഷത്തിലുണ്ട്. സ്വാമിയാരുടെ ആവശ്യപ്രകാരം ക്ഷേത്ര നിർമ്മാണത്തിനുള്ള മുഹൂർത്തം കുറിച്ചു കഴിഞ്ഞപ്പോൾ വില്ലുമംഗലത്ത് കളരിക്കുറുപ്പിനെ രാജാവ് കൊട്ടാരം ജ്യോത്സ്യനായി നിയമിച്ചു. നാട്ടിലുള്ള പ്രഗത്ഭരായ തച്ചന്മാരെയും കൊത്തുപണിക്കാരെയും തെരഞ്ഞു പിടിച്ച് കൊണ്ടുവന്ന് വളരെ വേഗത്തിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം തുടങ്ങി. എല്ലായിടത്തും മേൽനോട്ടം വഹിച്ചുകൊണ്ട് വില്ലുമംഗലം സ്വാമിയാരും കളരിക്കുറുപ്പും രാജാവിൻ്റെ കൂടെ തന്നെ നിന്നു. ക്ഷേത്ര നിർമ്മാണവും അതിനെ തുടർന്നുള്ള പ്രതിഷ്ഠാകർമ്മവും പൂർത്തിയാക്കി കുറച്ചു നാൾ മാത്രം വില്ലുമംഗലം സ്വാമിയാർ ശ്രീ പത്മനാഭനെ പൂജിച്ചുകൊണ്ട് സ്വാമിയാർ മഠത്തിൽ കഴിച്ചുകൂട്ടി. തൻ്റെ നിയോഗം പൂർത്തിയാക്കി ഇവിടെ നിന്ന് പുറപ്പെടാൻ സമയമായി എന്ന് മനസ്സ് മന്ത്രിച്ചപ്പോൾ സ്വാമിയാർ രാജാവിനോടും ഭഗവാനോടും യാത്ര പറഞ്ഞ് ദേശാടനത്തിനിറങ്ങി. അങ്ങനെ വില്ലുമംഗലത്ത് കളരിക്കുറുപ്പ് കൊട്ടാരം ജ്യോത്സ്യനായി രാജാവിൻ്റെ പ്രിയ സേവകനായി അവിടെ തന്നെ കഴിഞ്ഞുകൂടി. കുറുപ്പിന് പ്രത്യേകം ചില അവകാശങ്ങളും അടിത്തൂണുകളും രാജാവ് കൽപ്പിച്ച് അനുവദിച്ചു കൊടുത്തിരുന്നു. സ്വാതന്ത്ര്യാനന്തരം 1957 പ്രഥമ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ വന്നപ്പോൾ കൊട്ടാരത്തിൽ നിന്ന് പ്രത്യേകമായി കിട്ടിക്കൊണ്ടിരുന്ന അവകാശങ്ങളെല്ലാം നിർത്തലാക്കുകയും അതിനു പകരമായി ഒരു നിശ്ചിത സംഖ്യ ആവശ്യപ്പെടാൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നിർദ്ദേശമുണ്ടായി. ശ്രീ വില്ലുമംഗലം സ്വാമിയാരുടെ അനുഗ്രഹം കൊണ്ട് പേരും പെരുമയും സമ്പത്തും കൈവരിച്ച വില്ലുമംഗലത്ത് കളരിയിലെ കാരണവർ സർക്കാരിൽ നിന്ന് അങ്ങനെയൊരു സാമ്പത്തിക സഹായം ആഗ്രഹിക്കുന്നില്ലെന്ന് എഴുതി അറിയിച്ചു. എന്നാൽ തിരുവിതാംകൂർ തൃപ്പൂണിത്തറ രാജകുടുംബക്കാരുമായി വില്ലുമംഗലത്ത് കളരിയിലെ ജ്യോത്സ്യന്മാർ ഇന്നും വളരെ അടുത്ത ബന്ധം പുലർത്തി വരുന്നുണ്ട്. അപ്പോൾ ഉണ്ണിക്കണ്ണൻ്റെയും അതേപോലെ വില്ലുമംഗലം സ്വാമിയാരുടെയും അതിമനോഹരമായ കഥയുടെ 8ാമത്തെ ഭാഗം ഇവിടെ നിർത്തുകയാണ്. ഇനി അടുത്തതിൽ നമ്മൾ പറയുന്നത് 9ാം ഭാഗത്തിൽ പറയുന്നത് പാറമേൽ തൃക്കോവിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, ഗുരുവായൂർ ക്ഷേത്രം, അങ്ങനെയുള്ള കുറച്ച് കഥകളാണ്. അപ്പോൾ എല്ലാവരും ഭഗവാന്റെ ഈ കഥകൾ അറിഞ്ഞിരിക്കുക. അതേപോലെ തന്നെ വില്ലുമംഗലം സ്വാമിയാരെ കുറിച്ചുള്ള അറിവുകൾ അറിഞ്ഞിരിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ 8ാമത്തെ ഭാഗം ഇവിടെ നിർത്തുകയാണ്. ഹരേ കൃഷ്ണ.